അടിതെറ്റിയാൽ ആനയും വീഴുമെന്നത് BJP സ്വയം മനസ്സിലാക്കിയിരിക്കുന്നു. കോൺഗ്രസ് എന്നൊരു മഹത്തായ പ്രസ്ഥാനത്തെ സ്വന്തം പണം പോലും ഉപയോഗിക്കാൻ സമ്മതിക്കാതെ ഇത്രയുമധികം ദ്രോഹിച്ചാൽ ജനങ്ങൾ തന്നെ പണി തരും എന്നുറപ്പിച്ചതോടെ നരേന്ദ്രമോദിയും BJPയും പത്തിമടക്കി രക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ കോൺഗ്രസിന് സുപ്രീം കോടതിയിൽ വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. 3500 കോടി രൂപയുടെ കുടിശ്ശികയിൽ നിലവിൽ നടപടി സ്വീകരിക്കില്ല എന്ന് ആദായ നികുതി വകുപ്പിന്റെ ഉറപ്പ് സുപ്രീം കോടതിയും അംഗീകരിച്ചിരിക്കുന്നു. കോൺഗ്രസിനെതിരെ 3500 കോടി രൂപയുടെ ആദായ നികുതി കുടിശ്ശികയിൽ ഉടൻ നടപടി സ്വീകരിക്കില്ല എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ ഇനിയും ദ്രോഹിച്ചാൽ ജനങ്ങൾ വെറുതെയിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ആദായ നികുതി വകുപ്പിനെ കൊണ്ട് ടേൺ അടിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേസ് പരിഗണിക്കുന്നത് ഇനി സുപ്രീം കോടതി ജൂലൈ 24-ലേക്ക് മാറ്റി. അതായത് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് ഇനി ആ കേസ് പരിഗണിക്കുന്നത്. അതിനിടെ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്തരത്തിൽ നടപടി ഉണ്ടായാൽ കോൺഗ്രസിന് കോടതിയെ സമീപിക്കാം. ഉപദ്രവിക്കാൻ BJPക്ക് കഴിയില്ല എന്നർത്ഥം. സ്വസ്ഥമായി കോൺഗ്രസിന് പ്രചരണം നടത്താം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കരുത് എന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. അത് മാനിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് കേന്ദ്രത്തിന്റെ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചതോടെ കോൺഗ്രസ് കോടതിയെ സമീപിച്ചതാണ്. ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഇന്ന് ആ ഹർജി പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പാർട്ടിയെ നിശ്ചലമാക്കാനാണ് കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ നീക്കമെന്ന് കോൺഗ്രസ് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. രാജ്യത്തെ ജനങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ആ കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും വളരെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയാം. പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസ്, CPI, CPM, TMC അടക്കമുള്ള പാർട്ടികൾക്കാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തെ നശിപ്പിക്കാനാണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിനെ അത്രയധികം ഉപദ്രവിക്കണ്ട എന്ന ജനങ്ങളുടെ താക്കീത് തന്നെയാണ് നരേന്ദ്രമോദിയെ കോടതിയിൽ മാറ്റിപ്പറയിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമാണ്.